ഹലോ, നമ്മുടെ നീലോക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കൂടാൻ വേണ്ടി വന്നതാണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി. അവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ് ഈ വണ്ടി. ഇങ്ങനത്തെ വണ്ടി വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മേടിച്ച് തട്ടോ ഈ വണ്ടി. അപ്പോൾ ഒന്ന് ഓടിച്ച് ട്രയൽ നോക്കുമായിരുന്നു, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഓടിച്ച് ട്രയൽ നോക്കുകയായിരുന്നു. രാവിലെ മുതലേ ഇത് സെറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ അതിനകത്ത് ഇരുത്തിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയതായിരുന്നു. അവൻ കരയില്ലെന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ തന്നെ ഇരുത്തി ഓടിച്ച് നോക്കുമായിരുന്നു. ഈവനിങ് ആയിരുന്നു നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6:30-7 മണി ആ ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒരുങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കൻ ഇത് ഒരുങ്ങി സെറ്റായിട്ട് മാമൻ്റെ കയ്യിലിരിപ്പുണ്ട്. നമ്മൾ 6:30 ടൈം പറഞ്ഞിരുന്നെങ്കിലും തുടങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 6:30 പറഞ്ഞിരുന്നെങ്കിലും എല്ലാവരും ആ ടൈം ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ തുടങ്ങിയിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മൾ അങ്ങനെ ഒരു തീമും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പൺ സ്റ്റേജും കൂടെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം അതെടുത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അവൻ ജന്മം ചെയ്ത് ആ തൊപ്പി തലയിൽ വെക്കാൻ സമ്മതിക്കില്ലായിരുന്നു. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നിങ്ങൾ ചിരിച്ചോട്ടോ, യൂട്യൂബിൽ ഒരാളാണ്. ചിരിച്ചോട്ടോ. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. അങ്ങനെ എല്ലാ കലാപരിപാടികൾക്ക് ശേഷം പിന്നെ നമ്മൾ ഫുഡ് അടിയിലേക്ക് കിടന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പരിപാടി ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ബേക്കിലുള്ളൊരു ഗ്രൗണ്ടാണ്. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ ഓഡിറ്റോറിയം. അതിൻ്റെ ബേക്കിലുള്ളൊരു ഗ്രൗണ്ടാണ്. അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ട്. ഈ സൈഡിലിട്ട് അളിയനും ഭയങ്കര കാര്യമായിട്ടുള്ള ചർച്ചയിലാട്ടോ. ഇവരെന്താ പറയണതെന്ന് നോക്കി ഒന്നും മനസ്സിലാവാതെ മമ്മി നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പുവിന് കുറേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകളും വണ്ടികളും ഒക്കെ ആയിട്ട് കുറേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ പൊട്ടിച്ച് നോക്കി. 10 ഉണ്ടായിരുന്നുള്ളൂ എടുത്തൊരു ദിവസം. അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മൾ വിളിച്ച അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട്. ചുരുക്കം 2-3 പേര് മാത്രമേ വരാത്തുള്ളൂ. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.